നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL 4 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ റൗണ്ടിൽ 4-ാം റൗണ്ടിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ 5 താരങ്ങൾ നമ്മുടെ പെർഫോമൻസ് റാങ്കിങ്ങിൻ്റെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കൾക്കറിയാൻ കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ നമ്മൾ കാര്യങ്ങൾ വിശദമായി വിശദീകരിച്ചത് കൊണ്ട് ഇനി വീണ്ടും ഒരു ഇൻട്രോ പറഞ്ഞ് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, മുഷിപ്പിക്കുന്നില്ല. നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. മാച്ച് നമ്പർ 17 മുതൽ മാച്ച് നമ്പർ 20 വരെയുള്ള മത്സരങ്ങളാണ് ഈ 4th റൗണ്ടിൽ നടന്നിരിക്കുന്നത്. 3-ാം റൗണ്ട് കഴിയുമ്പോൾ തന്നെ 2 ടീമുകൾ 4 കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബാക്കി കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പവർ റാങ്കിങ്ങിൽ ഈ ഒരു പെർഫോമൻസ് റാങ്കിങ്ങിൽ ഉൾപ്പെടുത്തുന്നത്. പവർ റാങ്കിങ് പിന്നാലെ വരും. ഏതായാലും പെർഫോമൻസ് റാങ്കിങ്ങിൽ 5-ാമത് വരുന്നത് പ്രസിദ്ധ് കൃഷ്ണയാണ്. വാവ്, എന്തൊരു പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് GTക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം LSGയെ GT പരാജയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് പ്രകടനമാണ് LSGയെ വമ്പൻ സ്കോറിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തിയത്. 164 റൺസാണ് LSG അടിച്ചത്. ആ ഒരു മത്സരത്തിൽ പ്രസിദ്ധ് കൃഷ്ണ 4 ഓവറിൽ 28 റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് 4 വിക്കറ്റുകൾ വീഴ്ത്തി. IPL ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തുകൊണ്ട് കുതിക്കുന്ന താരം കൂടിയാണ് പ്രസിദ്ധ് കൃഷ്ണ. നമ്മുടെ പെർഫോമൻസ് റാങ്കിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഈ പെർഫോമൻസ് 5-ാം സ്ഥാനത്ത് വരുന്നു. അടുത്ത 4-ാം സ്ഥാനത്ത് ജെയ്മി ഒവേർട്ടനാണ്. വാവ്, DCക്കെതിരെ CSKയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയൊരു ബൗളിംഗ് ഉണ്ട്. CSKയുടെ ബൗളിംഗ് പ്രകടനം മോശമാണ്, അല്ലെങ്കിൽ ഒരു എക്സ് ഫാക്ടർ ഇല്ല ബൗളിങ്ങിൽ എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം DCക്കെതിരെ സ്വയം കാര്യങ്ങൾ ഏറ്റെടുത്ത് അത്തരത്തിലുള്ളൊരു ബൗളിംഗ് പ്രകടനം നടത്തിയത്. 4 ഓവറിൽ അദ്ദേഹം ആകെ വിട്ടുകൊടുത്തത് 18 റൺസായിരുന്നു എന്ന് മാത്രമല്ല, എണ്ണം പറഞ്ഞ 4 വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു. അവിടെയാണ് ഒരു ഘട്ടത്തിൽ CSKയുടെ 212 റൺസ് അനായാസം DC ചേസ് ചെയ്തു പോകും എന്ന് തോന്നിച്ചിടത്ത് നിന്ന് കളി CSK പിടിച്ചു വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളിയിൽ വലിയ ഇമ്പാക്റ്റാണ് ജെയ്മി ഒവേർട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒവേർട്ടനെ നമ്മൾ പെർഫോമൻസ് റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്ത് കൊടുക്കുന്നു. പെർഫോമൻസ് റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്ത് വരുന്നത് പ്രിയാൻഷ് ആര്യയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് പ്രകടനം SRHനെതിരെ PBKS വിജയിക്കുമ്പോൾ അതിൽ അവരുടെ ചേസിന് അടിത്തറയിട്ടത് പ്രിയാൻഷ് ആര്യയുടെ ആ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു. അതായത് SRH പതിവ് പോലെ 200-ന് മുകളിൽ അടിച്ചു, 219 റൺസ്, 6 വിക്കറ്റ് നഷ്ടത്തിൽ. മറുപടി ബാറ്റിങ്ങിൽ ഒരു കിടിലൻ തുടക്കം PBKSന് കിട്ടിയേ പറ്റുമായിരുന്നുള്ളൂ. പ്രിയാൻഷ് ആര്യയും പ്രഭ്സിമ്രാൻ സിംഗും അവസരത്തിന് തുയർന്ന് അടിച്ചങ്ങ് പറത്തി. പിന്നെ വന്നിട്ട് ശ്രേയസ് അയ്യരും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ശ്രേയസ് അയ്യരാണ്. പക്ഷേ ഈ കളിയിൽ ഈ ചേസിങ് ഈസിയാക്കി മാറ്റിയതിൽ പ്രിയാൻഷ് ആര്യക്കുള്ള പങ്ക് വലുതാണ്, അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് വലുതാണ്. അദ്ദേഹം 7-ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ മടങ്ങിപ്പോകുമ്പോഴേക്കും അവരുടെ സ്കോർ ബോർഡിൽ 99 റൺസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം 20 പന്തുകളിൽ നിന്ന് 5 4-ഉം 5 6-ഉം അടക്കം 57 റൺസ്, 5 4-ഉം 5 6-ഉം 50, അങ്ങനെ തന്നെയായി. അങ്ങനെ കളിച്ച പ്രിയാൻഷ് ആര്യയാണ് ആ കളി യഥാർത്ഥത്തിൽ PBKSന് അനുകൂലമാക്കി തീർത്തത്, ചേസിങ് എളുപ്പമാക്കി തീർത്തത്. ആ ഒരു ഇന്നിങ്സിൻ്റെ ഇമ്പാക്റ്റ് പരിഗണിച്ചാണ് നമ്മുടെ പെർഫോമൻസ് റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്ത് പ്രിയാൻഷ് ആര്യ വരുന്നത്. പെർഫോമൻസ് റാങ്കിങ്ങിൽ 2-ാമത് വരുന്നത് കൃണാൽ പാണ്ഡ്യയാണ്. മുംബൈ ഇന്ത്യൻസിനെതിരെ ഇന്നലെ RCB വിജയിച്ച് കയറിയ മത്സരം. ആ ഒരു കളിയിൽ തീർച്ചയായിട്ടും മറ്റു പലരെയും പറയാനുണ്ടാവും. ഫിൽ സാൾട്ടാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. അങ്ങനെ അവരുടെ ബാറ്റിങ്ങിൽ അവരുടെ ക്യാപ്റ്റൻ രജത് പട്ടീദാർ പൊളിച്ചടുക്കി 53 റൺസ് അടിച്ചിട്ടുണ്ട്. ടിം ഡേവിഡ് 16 പന്തിൽ നിന്ന് 34 റൺസ് അടിച്ച് നന്നായി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഒന്നും കാണാതെ താൻ എന്തുകൊണ്ട് കൃണാൽ പാണ്ഡ്യക്ക് ഈ ഒരു സ്ഥാനം കൊടുക്കുന്നു വെച്ചാൽ, കൃണാലാണ് ഈ MIയുടെ ചേസിനെ ഗതിവേഗം കുറച്ചത്. സത്യം പറഞ്ഞാൽ കൃണാലും സുയാഷ് ശർമ്മയും ചേർന്നുകൊണ്ടാണ് തടയിടുന്നത്. സുയാഷ് ശർമ്മ റണ്ണ് കൊടുത്തെങ്കിലും അദ്ദേഹം 2 പ്രധാനപ്പെട്ട വിക്കറ്റുകൾ എടുത്തിരുന്നു. റിയാൻ റിക്കിൾട്ടനെ പറഞ്ഞയച്ചിരുന്നു, തിലക് വർമ്മയെ പറഞ്ഞയച്ചിരുന്നു. എന്നാൽ റണ്ണ് കൊടുക്കുന്നതും വളരെയധികം കുറച്ചു. എവിടെയാണ്? വാങ്കഡയിലെ റോഡ് പിച്ചിൽ. എപ്പോഴാണ് 2-ാം ഇന്നിങ്സിൽ ഡ്യൂ വന്നിട്ട് ബാറ്റിങ്ങിന് അനുകൂലമായ സ്ഥിതിയിൽ കൃണാൽ പാണ്ഡ്യ പന്തെറിഞ്ഞ് 4 ഓവറിൽ 26 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് വിലപ്പെട്ട കനപ്പെട്ട വിക്കറ്റ്, സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റ് പിഴുതെടുത്തു. അങ്ങനെയാണ് ഈ കളി യഥാർത്ഥത്തിൽ RCBക്ക്
എളുപ്പമായത്, അവരുടെ ഡിഫെൻഡിങ് എളുപ്പമായത്. സോ കൃണാൽ പാണ്ഡ്യ അറ്റ് നമ്പർ 2. നമ്പർ 1 മറ്റാര് സഞ്ജു സാംസൺ അല്ലാതെ. സഞ്ജുവിൻ്റെ ഒരു വിളയാട്ടമല്ലേ നമ്മൾ ചെപ്പോക്കിൽ DC-ക്കെതിരെ കണ്ടത്. പൊളിച്ചടുക്കി നമ്മുടെ ചേട്ടൻ. അദ്ദേഹമാണ് ആ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പെർഫോമൻസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നമ്മൾ വെക്കുന്നത് CSKക്ക് വേണ്ടി ചേട്ടൻ നടത്തിയ പെർഫോമൻസാണ്. അതിന് മേലെ ഒന്നും വെക്കാനില്ലെന്നേ. തുടർച്ചയായി 3 കളി പൊട്ടിയെന്നൊരു ടീമിന് എത്രത്തോളം ആത്മവിശ്വാസമായിരിക്കും ചേട്ടൻ്റെ ഈ ഒരു ഇന്നിങ്സ് സമ്മാനിച്ചിട്ടുണ്ടാവുക. 56 പന്തുകളിൽ നിന്ന് 15 ഫോറും 4 സിക്സറും അടക്കം 205.36 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 115 റൺസ് അടിച്ചെടുത്താണ് CSK 200 കടന്നതും പിന്നെ വിജയത്തിന് അടിത്തറയായതും. സോ സഞ്ജു സാംസൻ്റെ DC-ക്കെതിരെയുള്ള പെർഫോമൻസ് നമ്മുടെ പെർഫോമൻസ് റാങ്കിങ്ങിൽ 1-ാമത്. വളരെ പെട്ടെന്ന് റാങ്കിങ് ഒന്ന് പറയാം. നമ്പർ 1 സഞ്ജൂസ് പെർഫോമൻസ് വേഴ്സസ് DC. നമ്പർ 2 കൃണാൽ പാണ്ഡ്യ വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. നമ്പർ 3 പ്രിയാൻഷാര്യ വേഴ്സസ് SRH. നമ്പർ 4 ജെയ്മി ഒവേർട്ടൺ വേഴ്സസ് DC. നമ്പർ 5 പ്രസിദ്ധ കൃഷ്ണ വേഴ്സസ് LSG. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീഡിയോ എത്താം.